വേറെയുമുണ്ട്. They simply ask the question where the word Trinity is found in the Bible. അവർക്ക് ചോദിക്കാനുള്ള പ്രഥമമായ ചോദ്യം ത്രിത്വം എന്നുള്ള വാക്ക് സഹോദര ബൈബിളിൽ എവിടെയാണുള്ളത്? I tell them, ഞാൻ അവരോട് പറയുന്നു, where the word Bible is written in the Bible. വേദപുസ്തകത്തിൽ ബൈബിൾ എന്നുള്ള പദം Why are you calling it the Bible? Why are you calling it the Bible? പിന്നെ എന്തുകൊണ്ടാണ് സഹോദര ഇതിനെ ബൈബിൾ എന്ന് വിളിക്കുന്നത്? Don't call it the Bible. അതിനെ ബൈബിൾ എന്ന് വിളിക്കരുത്. Certain things come into use, certain words come into usage. ചില പദങ്ങൾ നമ്മുടെ ഉപയോഗത്തിലേക്ക് കടന്നു വരുന്നു. As a matter of necessity. അത് ആവശ്യത്തിന്റെ ഭാഗമായി ആവശ്യമായി വരുന്നത് കൊണ്ട് അത് ഉപയോഗമായി വരുന്നു. The word Trinity is not written in the Bible. ത്രിത്വം എന്നുള്ള പദം വേദപുസ്തകത്തിൽ ലിഖിതമായിട്ടില്ല. But the truth of Trinity is written in the Bible. എന്നാൽ ത്രിത്വത്തിന്റെ സത്യം വളരെ ശക്തമായും ഈ പുസ്തകത്തിൽ ലിഖിതമായിരിക്കുന്നു. The word Trinity is not written in the Bible. Trinity എന്നുള്ള ത്രിത്വം എന്നുള്ള പദം വേദപുസ്തകത്തിൽ ലിഖിതമായിട്ടില്ല, എഴുതപ്പെട്ടിട്ടില്ല. If Trinity is written in the Bible, it would not be a mystery. ത്രിത്വം എന്നുള്ള പദം വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നുവെങ്കിൽ അത് ഒരു മിസ്റ്ററി ആകുമായിരുന്നില്ല, അതൊരു മർമ്മമാകുമായിരുന്നില്ല. The divine Trinity is a mystery, so the word you don't find here. ദൈവികമായിരിക്കുന്ന ത്രിത്വം എന്ന് പറയുന്നത് ഒരു മർമ്മമാണ്. ഈ പദം നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. They ask me, അവർ എന്നോട് ചോദിക്കുന്നു, how can God be three persons and one person in the same time? എങ്ങനെയാണ് ദൈവം മൂന്നായിരിക്കുമ്പോൾ തന്നെ ഒന്നായിരിക്കുന്നത് എന്നവർ എന്നോട് ചോദിക്കാറുണ്ട്. I am asking them back. ഞാൻ തിരിച്ചവരോട് ചോദിക്കുന്ന ചോദ്യം, how can a human being be three and one at the same time? ഒരു മനുഷ്യൻ, ഒരു വ്യക്തിത്വം, ഒരു പുരുഷൻ അഥവാ ഒരു സ്ത്രീ എങ്ങനെ മൂന്നായിരിക്കുമ്പോൾ തന്നെ ഒന്നായിരിക്കുവാൻ സാധിക്കും? You know every human being is a trinity. നിങ്ങൾക്കറിയുമല്ലോ ഓരോ മനുഷ്യനും ഒരു ത്രിത്വമാണ്. We have got three parts in us. നമ്മളിൽ മൂന്ന് ഭാഗങ്ങളുണ്ട്. There is a person, there is a body called as Ranjit Ophir. ശരീരം രഞ്ജിത്ത് ഓഫീർ എന്ന പേരുള്ള നാമധേയമുള്ള ഒരു ശരീരമുണ്ട്. There is a spirit called by that name Ranjit Ophir. ആത്മാവ് ഉണ്ട്, അതിന്റെ പേരും രഞ്ജിത്ത് ഓഫീർ തന്നെയാണ്. And there is a soul also called Ranjit Ophir. ദേഹിയും ഉണ്ട്, അതിന്റെ പേരും രഞ്ജിത്ത് ഓഫീർ. So body, soul and spirit, three entities. അതുകൊണ്ട് ശരീരം, ദേഹി, ആത്മാവ്, മൂന്ന് ആസ്തിക്യങ്ങൾ. Together I am not three Ranjits, but I am one Ranjit. എല്ലാം കൂടെ കൂട്ടി മൂന്ന് രഞ്ജിത്തുണ്ടോ അത് ഒന്നാണോ? They say this is all cock and bull stories, you are fabricating things. ഇതെല്ലാം ചുമ്മാ കിഴവിക്കഥകൾ നിങ്ങൾ പറയുകയാണെന്നാണ് അവർ തിരിച്ചെന്നോട് പറയുന്നത്. That you cannot do away so easily with the doctrine of Trinity. ത്രിത്വത്തിന്റെ ഈ തത്വവുമായിട്ട് നമുക്ക് അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റിയതല്ല. If you believe the Bible, നിങ്ങൾ വേദപുസ്തകവുമായിട്ട് നിങ്ങൾ സന്ധിക്കുന്നുവെങ്കിൽ, if you have read the Bible, വേദപുസ്തകം നിങ്ങൾ വായിച്ച് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, you know the story of rich man and Lazarus. ലാസറസിന്റെയും ധനവാന്റെയും സംഭവം നമുക്കറിയാം. You know the rich man died. അറിയാം. And rich man was buried. ധനവാൻ അടക്കപ്പെട്ടു. What did they bury? അവരെന്താണ് കുഴിച്ചിട്ടത്? What did they bury? ധനവാനെ കുഴിച്ചിട്ടു നമ്മൾ വായിക്കുന്നത് എന്താ? Rich man's body or rich man's spirit? ആ ധനവാന്റെ ആത്മാവിനെയാണോ അടക്കം ചെയ്തത്, അത് ശരീരത്തെയാണോ? The Bible says, വേദപുസ്തകം പറയുന്നു, the Bible doesn't say rich man's body was buried. ഏത് മനുഷ്യന്റെ ശരീരമാണ് അടക്കപ്പെട്ടതെന്ന് വേദപുസ്തകം പറയുന്നില്ല. The Bible simply says rich man is buried. ധനവാൻ അടക്കപ്പെട്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. After some time, കുറച്ച് സമയം കഴിയുമ്പോൾ, the rich man suffering in the tormenting hellfire, ധനവാൻ ആ മഹായാതന സ്ഥലത്ത് യാതന അനുഭവിക്കുന്നു എന്ന് വേദം, shouting, screaming for pain. അവൻ വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. Somebody please come and quench my thirst. എന്റെ ഈ ദാഹം ഒന്ന് ശമിപ്പിക്കുവാൻ വേണ്ടി എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. Who is screaming there? ആരാണ് അവിടെ കിടന്ന് നിലവിളിക്കുന്നത്? Who is shouting with pain there? വേദന കൊണ്ട് ശബ്ദമുണ്ടാക്കുന്നത് ആരാണ് അവിടെ? Rich man. ധനവാൻ. Who was buried? അവിടെ അടക്കം ചെയ്തത് ആരെയാ? Rich man. അതും ധനവാൻ. Rich man is buried. ധനവാൻ അടക്കപ്പെട്ടു. Rich man is thirsty. ധനവാൻ നിലവിളിക്കുന്നു, വേദനിക്കുന്നു. Rich man is buried. ധനവാൻ അടക്കപ്പെട്ടു. Rich man is shouting with pain. ധനവാൻ ഇവിടെ വേദന കൊണ്ട് പുളയുന്നു. How many rich men are there? എത്ര ധനവാന്മാരുണ്ട്? 2 rich men. രണ്ടെണ്ണം ഉണ്ടോ? You see at least 2 images. രണ്ട് സാദൃശ്യങ്ങൾ, പ്രതീകങ്ങൾ നമ്മൾ കാണുന്നു. Body here in the grave.
ശരീരം ഇവിടെ മണ്ണിൽ അടക്കപ്പെട്ടിരിക്കുന്നു. But another image shouting with pain and thirst. മറ്റൊരു രൂപം വേദന കൊണ്ട് പുളഞ്ഞു നിലവിളിക്കുന്നു. Both of them make one rich man, not three rich men. രണ്ടും രണ്ട് ധനവാന്മാരല്ല, ഒറ്റ. One more also part is there. Soul also is a part of the spirit. ആ നിലവിളിക്കുന്ന ആത്മാവാകുന്ന ധനവാന്റെ കൂട്ടത്തിൽ അവന്റെ ദേഹിയും ഉണ്ട്. So the body of rich man, അതുകൊണ്ട് ധനവാന്റെ ശരീരവും, the soul of rich man, ധനവാന്റെ ദേഹിയും, and the spirit of rich man, ധനവാന്റെ ആത്മാവും, they make one rich man. എല്ലാം കൂടെ മൂന്നും കൂടെ കൂട്ടിയാൽ ഒറ്റ ധനവാൻ. So if a human being can be three persons in one body, one image, one entity, അങ്ങനെ മനുഷ്യൻ ഒന്നായിരിക്കുമ്പോൾ തന്നെ മൂന്ന് വ്യത്യസ്ത രൂപങ്ങളായിരിക്കുമ്പോൾ, how much more the creator can be three persons in one God? അങ്ങനെയെങ്കിൽ ഈ അത്യുന്നതനായ ദൈവം ഏകനായിരിക്കുമ്പോൾ എങ്ങനെ മൂന്നല്ലാതാകും? This is the reason God made Adam in his own image. ഇതാണ് ആദാമിനെ തന്റെ സ്വന്തം രൂപത്തിൽ ദൈവം ഉണ്ടാക്കുവാനുള്ള കാരണം. When God made fish, bird and animals, he did not make them in God's image. മത്സ്യങ്ങളെയും വായുവിൽ പറക്കുന്ന പക്ഷികളെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ ദൈവം Not in God's likeness. സൃഷ്ടിച്ചത്. They were not made in God's likeness. ദൈവത്തിന്റെ സാദൃശ്യത്തിലല്ല അവ സൃഷ്ടിക്കപ്പെട്ടത്. But only human beings are made in God's likeness. മാത്രമത്രേ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ. Why? എന്തുകൊണ്ട്? A lion, elephant, dog, donkey or horse or hippopotamus never question what is my creator like. They never question. സിംഹമോ ഒരു പട്ടിയോ പൂച്ചയോ ഹിപ്പോപ്പൊട്ടാമസോ കുരങ്ങോ ഒന്നും എന്റെ സൃഷ്ടാവ്, ഹൗ ഇസ് മൈ ക്രിയേറ്റർ, എന്റെ സൃഷ്ടാവ് എങ്ങനെ ഇരിക്കുന്നു എന്ന് ഒരിക്കലും ചോദിച്ചിട്ടില്ല. They never want to understand the creator. ആ സൃഷ്ടാവിനെ മനസ്സിലാക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഈ പറയപ്പെട്ട പാർട്ടികൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Only human being will question in future what my creator is like. മനുഷ്യൻ മാത്രമാണ് ഭാവിയിൽ ചോദിക്കാൻ പോകുന്നത്, എന്റെ സൃഷ്ടാവ് എങ്ങനെ ഇരിക്കുന്നു. When the man raises the question, മനുഷ്യൻ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ God made it easy for him to answer the question. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ തക്കവണ്ണം അത് വളരെ എളുപ്പമുള്ളതാക്കി തീർത്തു ദൈവം. When the man asking God, മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ, God, are you three or one? ദൈവത്തോട് മനുഷ്യൻ ചോദിക്കുകയാണ്, ദൈവമേ അങ്ങ് മൂന്നാണോ ഒന്നാണോ? God can directly answer him back, തിരിച്ച് ദൈവത്തിന് വ്യക്തമായ ഉത്തരം മനുഷ്യന് കൊടുക്കാൻ പറ്റും. My child, I am like you. എന്റെ മോനെ, ഞാൻ നിന്നെ പോലെയാ. You are three and one at the same time. നീ മൂന്നാണ്, അപ്പോൾ തന്നെ നീ ഒന്നാണ്. If you are three and one, നീ മൂന്നായിരിക്കുമ്പോൾ ഒന്നായിരിക്കുന്നു. your maker, your creator, I am also three and one. നിന്റെ സൃഷ്ടാവായ ഞാനും മൂന്നായിരിക്കുമ്പോൾ ഏകനാകുന്നു. So that is the reason God, who is the Trinity, made us also as a Trinity. അതുകൊണ്ടാണ് ത്രിത്വമായിരിക്കുന്ന സൃഷ്ടാവായിരിക്കുന്ന ദൈവം സൃഷ്ടികളായ മനുഷ്യരെയും സൃഷ്ടികളായി സൃഷ്ടിച്ചത്. ഒരു ഹല്ലേലൂയ പറയാമോ? So beyond the scope of doubt, അതുകൊണ്ട് എല്ലാവിധ സംശയങ്ങളുടെ നൂലാമാലകൾക്കപ്പുറം, beyond the scope of questioning, എല്ലാ ചോദ്യങ്ങളുടെയും അന്തർധാരകൾക്കപ്പുറം, we believe our Lord Jesus never had a beginning. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു ആരംഭമില്ലായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. In the book of Isaiah, യെശയ്യാ പ്രവചനത്തിൽ 9th chapter, 9-ാമത്തെ അധ്യായം 6th verse, 6-ാമത്തെ വാക്യം, there are 5 titles given to Jesus. യേശുക്രിസ്തുവിന് കൊടുക്കപ്പെട്ടിരിക്കുന്ന 3 പദവികളുണ്ട്, നാമധേയങ്ങളുണ്ട്. And one of the 5 titles is, അഞ്ചെണ്ണമുണ്ട്, സോറി. one of the 5 titles is, അതിൽ ഒന്ന്, a child is born unto us, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. the son is given unto us, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. his name will be the mighty God. അവന്റെ പേര് സർവശക്തനായ ദൈവം. And more wonderful, his name will be the eternal Father. അവന്റെ പേര് ഏറ്റവും മനോഹരമായിരിക്കുന്നു, നിത്യപിതാവ്. A child is born from Virgin Mary. ആ മറിയത്തിന് ഒരു കുഞ്ഞു ജനിക്കുന്നു. That child is the eternal Father. ആ കുഞ്ഞു തന്നെയാണ് നിത്യപിതാവ്. He is born today. അവൻ ഇന്ന് ജനിക്കുന്നു. He is born today. അവൻ ഇന്ന് ജനിച്ചു. How you can call him eternal? അവനെ എങ്ങനെ നിത്യൻ എന്ന് വിളിക്കും?
As a matter of necessity, he took a human form. നിർബന്ധമായി വന്നതിനാൽ അവൻ മനുഷ്യരൂപമെടുത്തു. Before taking human form, he was still existing with Father. അവൻ മനുഷ്യരൂപമെടുക്കുന്നതിന് മുമ്പ് അവൻ നിത്യനായി പിതാവായ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു. He was existing with Father as the Word of God. ദൈവത്തിന്റെ വചനമായി അവൻ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു. Before he came out as the Word of God, അവൻ ദൈവത്തിന്റെ വചനമായി പുറത്തു വരുന്നതിന് മുൻപ് he still was in the being of God. അവൻ അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആസ്തിക്യത്തിൽ ഉണ്ടായിരുന്നു. So you go back in time. നമ്മൾ പൂർവ്വകാലങ്ങളിലേക്ക് പോകുമ്പോൾ, You go back 2000 years. 2000 വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ പോകുമ്പോൾ, You see Jesus on the cross. യേശുക്രിസ്തുവിനെ നമ്മൾ കാൽവരി ക്രൂശിൽ കാണുന്നു. And you go back 6000 years. 6000 വർഷങ്ങൾ വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ, You see Jesus making Adam from the dust of the ground. Jesus only making Adam from the dust of the ground. ആ ആദാമിനെ മണ്ണിൽ നിന്നും യേശു തന്നെ സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. You go back in time. ഇനിയും പൂർവമായ സമയങ്ങളിലേക്ക് പിന്നോട്ട് നമ്മൾ പോകുമ്പോൾ, It was Jesus creating the whole universe. മുഴുവൻ പ്രപഞ്ചത്തെയും യേശു സൃഷ്ടിക്കുന്നത് നമ്മൾ കാണുന്നു. You still go back in time. ഇനിയും പൂർവകാലങ്ങളിലേക്ക് നമ്മൾ പറന്നു പോകുമ്പോൾ, Jesus only made angels in heaven. ദൂതന്മാരെയും സ്വർഗ്ഗങ്ങളെയും ഉണ്ടാക്കിയതും ഈ യേശു തന്നെയാണ്. Still go back in time. ഇനിയും പിന്നോട്ട് നമ്മൾ പോകുമ്പോൾ, No earth, no heaven, no angels. ഭൂമിയില്ല, സ്വർഗ്ഗങ്ങളില്ല, ദൂതന്മാരില്ല. God all alone existing. ദൈവം മാത്രമായിരിക്കുന്ന സമയം. Even then Jesus is in the bosom of the Father. ഈ യേശുവും പിതാവിന്റെ മാർവിടത്തിൽ ഇരിക്കുകയാണ്. In the bosom of the Father, പിതാവിന്റെ മാർവിടത്തിൽ ഇരിക്കുന്ന he is the only begotten Son. അവനത്രേ ഏകജാതനായ പുത്രൻ. Still go back in time. ഇനിയും പൂർവകാലങ്ങളിലേക്ക് നമ്മൾ ഊളിയിടുമ്പോൾ, He is not in the bosom of the Father. അവൻ പിതാവിന്റെ മാർവിടത്തിലല്ല, He is inside God himself. അവൻ ദൈവത്തിൽ തന്നെയായിരിക്കുന്നു. You still go back in time. ഇനിയും പൂർവ്വ സമയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ, There is never a time Jesus did not exist. യേശു ഇല്ലാതിരുന്ന ഒരു സമയമില്ല. He is the God whom we believe. നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണവൻ. So our Lord is the supreme God, no doubt about it. നമ്മുടെ കർത്താവ് ആത്യന്തികമായ സർവശക്തനായ ദൈവമാണ്. അതിനെക്കുറിച്ച് ഒരു കടുകിട സംശയം പോലുമില്ല. But while believing that Jesus never had a beginning, യേശുവിന് ഒരു ആരംഭമില്ലായിരുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ, you must be able to accommodate Psalms 2:7, Hebrews 1:5, and Psalms 8:30. You see what I am doing that? I am accommodating other verses also there. Amen. Hallelujah. That is the way we interpret the Bible. അത് പറയുമ്പോൾ തന്നെ സാംസ് 2:7 മറുപടി കൊടുക്കണം. എബ്രായ ലേഖനം 1 പറയുന്ന വാക്യത്തിന് മറുപടി കൊടുക്കണം. അത് പറയുമ്പോൾ ഇതും പറഞ്ഞിട്ട് അത് തെളിയിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ. Hallelujah. While believing one truth, ഒരു സത്യം നമ്മൾ വിശ്വസിക്കുമ്പോൾ, don't close your eyes to other verses. ഒരു കണ്ണടച്ച് മറ്റേ സത്യത്തിന് പൂട്ടി വയ്ക്കരുത്. If you see those verses also, ആ വാക്യങ്ങളും കൂടെ കണ്ടാൽ, you will see this truth in a clearer way. ഈ സത്യം കൂടുതൽ സ്പഷ്ടമായിട്ട് കാണുവാൻ നമുക്ക് കഴിയും. You will be able to glorify God more. ആ ദൈവത്തെ നമുക്ക് അധികം മഹത്വപ്പെടുത്തുവാൻ പറ്റും. Praise the Lord. Hallelujah. Now I think that's one more question left. ഇത്രയും വിശദീകരിച്ചും ത്രിത്വത്തെക്കുറിച്ചും യേശുവിന്റെ ദൈവത്വത്തെയും പറഞ്ഞതിന് നന്ദി. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ യേശുവിന്റെ മനുഷ്യത്വത്തോടുള്ള ബന്ധത്തിലാണ്. The next question is regarding the humanity of Jesus. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു, മറിയയുടെ ഭ്രൂണം സ്വീകരിച്ചിട്ടില്ല, ബ്ലഡ് സ്വീകരിച്ചിട്ടില്ല, ഒന്നും സ്വീകരിച്ചിട്ടില്ല, ഒരു ഇക്യുബേറ്ററിൽ വരുന്നത് പോലെ, ആ പദം ഉപയോഗിച്ചത് വരുന്നത് പോലെ യേശു വന്നു. അങ്ങനെയാണെങ്കിൽ യേശു മനുഷ്യനാകുന്നത് എങ്ങനെ? Jesus, as you said, did not receive anything from Mother Mary, either her blood or her whatever Brunam genes. And the very word you used was, he was as in an incubator in the womb of Mother Mary. Then the question arises, how can this Jesus be a human being? Now,
The question is how Jesus can be a human. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ചോദ്യം യേശു എങ്ങനെ ഒരു മനുഷ്യൻ ആകും എന്നുള്ളതാണ്. മനുഷ്യപുത്രൻ. Yeah. These are two different questions. So you believe? Yeah. Now I understand. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ അത് വേറെ ചോദ്യത്തിലേക്ക് പോവാം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ if he did not receive human genes or human blood from Mary or Joseph, how he can be the son of man? ചോദ്യം ഇതാണ്, മറിയയിൽ നിന്നോ ജോസഫിൽ നിന്നോ ഭ്രൂണമോ അണ്ടമോ രക്തമോ ഒന്നും സ്വീകരിക്കാത്ത ഈ യേശു എങ്ങനെയാണ് ഒരു മനുഷ്യനായിരിക്കുന്നത്, മനുഷ്യപുത്രനായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. Now let us think about that question. അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. You and me, we are all sinners by birth. നമ്മൾ എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ ജന്മനാ പാപികളാണ്. King David says in 51st Psalm, 51ാമത്തെ സങ്കീർത്തനത്തിൽ രാജാവായിരിക്കുന്ന ദാവീദ് in sin did my mother conceive me. എൻ്റെ അമ്മ പാപത്തിൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായി എന്ന സങ്കീർത്തനം 50. In sin was I formed in my mother's womb. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പാപത്തിൽ ഞാൻ ഉരുവായി എന്നത്രേ അവിടെ പറഞ്ഞിട്ടുണ്ട്. 5th verse, 51st Psalm, 5th verse. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. In sin was I born, and in sin was did my mother conceive me. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. So this applies to all of us. ഇത് ദാവീദിന് മാത്രമല്ല നമുക്കും ബാധകമാണ്. When I was being formed in my mother's womb, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ സമയത്ത് my father's genes and my mother's genes, എൻ്റെ അമ്മയുടെയും എൻ്റെ മാതാപിതാക്കന്മാരുടെ ഭ്രൂണവും അണ്ടവും, and in the bloodline, the lineage of my grandfathers, my parents, and Adam's and Eve's sin also was mixed up. വംശാവലി നോക്കിക്കഴിഞ്ഞാൽ പിൻപോട്ട് പോയി ആദാമിന്റെ പാപം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. So how did this happen? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? Because the blood came out of Adam and Eve into my mother and daddy. കാരണം എൻ്റെ അപ്പനിലേക്കും എൻ്റെ അമ്മയിലേക്കും ആദാമിലുള്ള പാപരക്തം പ്രവേശിച്ചു. Because of the blood of Adam, all the human race is sinful. ആദാമ്യ രക്തം നിമിത്തമാണ് മുഴുവൻ മാനവരാശിയും പാപത്തിൽ ആയത്. So it is essential that our Savior must be holy. അതുകൊണ്ട് നിർബന്ധമായിട്ടും എന്തു വരണം? നമ്മുടെ രക്ഷകൻ വിശുദ്ധനായിരിക്കണം. If our Savior will be born just like any one of us, he will also have Adam's sin and Eve's sin. നമ്മളിൽ ഒരുവനെ പോലെയാണ് നമ്മുടെ യേശു രക്ഷകനും ജനിച്ചിരുന്നതെങ്കിൽ ആ യേശുവിലും പാപരക്തം ഉണ്ടാകുമായിരുന്നു. So if he has Adam's blood and Eve's blood, then he would need a savior for himself. He cannot save us. ആദാമിന്റെയും ഹവ്വയുടെയും രക്തം നമ്മുടെ യേശു കർത്താവിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ യേശുവിന് നമ്മെ പോലെ ഒരു രക്ഷകനെ ആവശ്യമായി വരുമായിരുന്നു. So God created a new embryo. We are asking, how can she conceive? അതുകൊണ്ട് ദൈവം ഒരു പുതിയ അണ്ഡം സൃഷ്ടിച്ചു. നമ്മൾ ചോദിക്കുന്നു, എങ്ങനെ? How she can conceive? How can Mary conceive? എങ്ങനെയാണ് ഒരു കുഞ്ഞ് ഈ മേരിയുടെ ഉദരത്തിൽ, മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവാകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. How she can become pregnant? എങ്ങനെയാണ് തനിക്ക് ഗർഭവതിയാകുവാൻ കഴിയുന്നത്? When God spoke out, ദൈവം സംസാരിച്ചപ്പോൾ, let there be light, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ there was light. വെളിച്ചമുണ്ടായി. Let there be heaven and earth. സ്വർഗ്ഗങ്ങളും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ they simply came into existence. അങ്ങനെ തന്നെ സംഭവിച്ചു. Let there be animals and birds and fish. ആകാശത്തിൽ പറക്കുവാൻ പറവകളും വെള്ളത്തിൽ നിന്നുന്ന മത്സ്യങ്ങളും ഭൂമിയിൽ ചരിക്കുന്ന മൃഗങ്ങളും ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. They suddenly came into existence. സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടു. God has said, ദൈവം പറഞ്ഞു, let there be a fresh embryo in Mary's womb. മറിയത്തിന്റെ ഉദരത്തിൽ ഒരു പുതിയ ഭ്രൂണം. Let there be a supernaturally built up new ovum in mother's womb and Mary's womb. മറിയത്തിന്റെ ഉദരത്തിൽ അഭൗമികമായ അസാധാരണമായ ഒരു ഭ്രൂണം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. That egg of Mary, മറിയത്തിന്റെ അണ്ഡവും, carries the blood of Adam and Eve. ആ മറിയത്തിൻ്റെതായ എഗ് അണ്ടമല്ലേ, അണ്ടത്തിൽ
ആദാമിന്റെയും ഹവ്വയുടെയും രക്തമുണ്ട്. If God uses that ovum of Mary, ആ മറിയത്തിന്റെ അണ്ഡമാണ് ദൈവം ഉപയോഗിച്ചിരുന്നതെങ്കിൽ, that way Adam and Eve's nature will come into Jesus. ആ വഴിയിലൂടെ ആദാമ്യ സ്വഭാവം യേശുവിലേക്കും വരുമായിരുന്നു. I showed you one more verse in Acts 20th chapter 28th verse. അപ്പോസ്തലപ്രവൃത്തി 20:28 ഞാൻ നിങ്ങളെ ഒരു വാക്യം കാണിച്ചു. God purchased the church with his own blood. സഭയെ തന്റെ രക്തം കൊണ്ട് ദൈവം വിലയ്ക്ക് വാങ്ങി. God's own blood? ദൈവത്തിന്റെ സ്വന്തം രക്തം. That was not human blood. അത് മനുഷ്യരക്തമല്ല. That has God's life in it. That blood had God's life. ആ ദൈവിക രക്തത്തിന്റെ അകത്ത് ദൈവിക ജീവനുണ്ട്. This is our requirement. ഇത് നമ്മുടെ ആവശ്യമാണ്. Yeah, without such supernatural divine blood, Jesus cannot forgive our sins. ആ അഭൗമികമായ സൂപ്പർ നാച്ചുറൽ ആയിരിക്കുന്ന രക്തമില്ലാതെ യേശുവിന് നമ്മുടെ പാപം ക്ഷമിക്കുക അസാധ്യം. Because God wanted to avoid Adam's blood flowing into the Savior, രക്ഷകന്റെ ഉള്ളിലേക്ക് ആദാമ്യ രക്തം ഒഴുകുന്നത് തടയേണ്ടുന്നതിന് വേണ്ടി പിതാവായ ദൈവം he wanted to have a human being without Adam's blood and Eve's blood. ആദാമിന്റെയും ഹവ്വയുടെയും രക്തമില്ലാത്ത ഒരു മനുഷ്യനെ ദൈവത്തിന് ആവശ്യമായിരുന്നു. So God created a new embryo, an ovum, and fertilized it and put into Mary's womb. അതുകൊണ്ട് ദൈവം ഒരു പുതിയ ഭ്രൂണത്തെ മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവാക്കി. Now the technical questions arise. അപ്പോൾ സാങ്കേതികമായ ചില ചോദ്യങ്ങൾ പൊങ്ങി വരുന്നു. 9 months the body of Jesus was there in mother's womb. യേശു ക്രിസ്തുവിന്റെ ഉരുവാക്കപ്പെട്ട ആ ശരീരം 9 മാസക്കാലം അമ്മയുടെ ഉദരത്തിലായിരുന്നുവല്ലോ. So naturally Mary's blood has come into Jesus. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാസ്റ്ററേ മറിയത്തിന്റെ രക്തം യേശുവിലേക്ക് വന്നില്ലയോ? 9 months he was a part of Mary's body. 9 മാസക്കാലം ആ മറിയത്തിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലായിരുന്നോ യേശു? So how can you say Jesus did not have Mary's blood? അപ്പോൾ പിന്നെ എങ്ങനെയാണ് മറിയത്തിന്റെ രക്തം യേശുവിൽ ഇല്ലായിരുന്നു എന്ന് താങ്കൾ പറയുന്നത്? And he sucked the milk of Mary. ആ മറിയത്തിന്റെ പാലല്ലയോ ഈ യേശു കുടിച്ചത്? And in a woman's body the blood only becomes milk. ആ മറിയത്തിന്റെ ഒരു സ്ത്രീയുടെ മുലപ്പാലായി വരുന്നത് അത് രക്തത്തിൽ നിന്നും തന്നെയാണല്ലോ വരുന്നത്. So when Jesus was sucking the breast milk of Mary, അതുകൊണ്ട് മറിയത്തിന്റെ മുലപ്പാൽ കുടിച്ച യേശു, again the blood of Mary flown into Jesus. അങ്ങനെയും മറിയത്തിന്റെ രക്തത്തിന്റെ അംശങ്ങൾ യേശുവിന്റെ ഉള്ളിലേക്ക് കടന്നില്ലയോ പാസ്റ്റർ? 9 months in Mary's womb, 9 മാസം മറിയത്തിന്റെ ഉദരത്തിൽ, surrounded by the blood of Mary, മറിയത്തിന്റെ രക്തത്താൽ ആവരണം ചെയ്യപ്പെട്ടു, and drinking the milk of Mary. അതിനുശേഷം മറിയത്തിന്റെ പാല് കുടിച്ച്, how he can do away from Mary's nature and character as human being? അങ്ങനെയെങ്കിൽ മനുഷ്യത്വമുള്ള മറിയത്തിന്റെ സ്വഭാവത്തിൽ നിന്നും ആ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തനായി യേശുവിന് എങ്ങനെയായിരിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. This is such a difficult question on the surface apparently. പ്രത്യക്ഷമായി നമുക്ക് ഇത് വളരെ സങ്കീർണവും സങ്കീർണമായിരിക്കുന്ന ഒരു ചോദ്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. But the answer is very simple and even funny also. ഹലോ, എന്നാൽ ഉത്തരം വളരെ ലളിതവും മനോഹരവും രസാവഹവും. In this world now, ഈ ലോകത്തിൽ ഇപ്പോൾ there are certain couple who can never conceive, never get a child. ഒരിക്കലും ഗർഭവതിയാകുവാൻ സാധ്യതയില്ലാത്ത ചില അമ്മമാരുണ്ട്, ചില കുടുംബങ്ങളുണ്ട്. The woman is barren, she can never have a child. ആ സ്ത്രീ മച്ചിയായിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ഒരിക്കലും ഗർഭവതിയാകുവാനുള്ള സാധ്യതയില്ല. The man also has zero sperm count, he can never become a father. ആ പുരുഷനാണെങ്കിൽ 0 sperm count ആണ്, ബീജമില്ലാത്തത് കൊണ്ട് അവൻ ഒരിക്കലും ഒരു പുരുഷനാകുവാനും സാധിക്കുകയില്ല. And you know there is something called test tube baby. നിങ്ങൾക്കറിയാമല്ലോ ടെസ്റ്റ് ട്യൂബ് കുഞ്ഞെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. You heard that? കേട്ടിട്ടുണ്ടോ? What is a test tube baby? എന്താണ് ടെസ്റ്റ് ട്യൂബ് ശിശു? One healthy woman contributes her ovum. ഒരു ആരോഗ്യവതിയായ സ്ത്രീ തന്റെ അണ്ഡം ദാനം ചെയ്യുന്നു. And the doctor will take the sperm of some other healthy man. ഏതോ ഒരു ആരോഗ്യമുള്ള പുരുഷന്റെ ബീജം ഡോക്ടർ എടുക്കുന്നു. We don't know who that woman is, who that man is. ആ സ്ത്രീ ആരാണെന്നും ആ പുരുഷൻ ആരാണെന്നും നമുക്ക് അറിഞ്ഞുകൂടാ.
If you know, then it may lead to some legal issues also. അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്, കോടതിയിൽ കേസാകാൻ സാധ്യതയുണ്ട്. It is kept a secret. അതുകൊണ്ട് അത് പരമരഹസ്യമായി വെച്ചിരിക്കുകയാണ്. Who is the woman contributing the egg? Nobody knows. അണ്ടം കൊടുത്ത സ്ത്രീയാണ് ആരാണ് ആർക്കും അറിഞ്ഞുകൂടാ. Who is the man contributing the sperm? Nobody knows. ബീജം ദാനമായി കൊടുത്ത പുരുഷനാരാണ് ആർക്കും അറിഞ്ഞുകൂടാ. In the laboratoryയിൽ this ovum and the sperm are put together, they are artificially made to fertilize. ആ അണ്ടവും ബീജവും ലബോറട്ടറിയിൽ ചില പ്രത്യേക പ്രക്രിയകളിലൂടെ കടത്തിവിടുമ്പോൾ ഒരു ഭ്രൂണം ഉണ്ടാകുന്നു. And this fertilized egg is put into the barren woman. ഈ ഭ്രൂണത്തെ മച്ചിയായിരിക്കുന്ന സ്ത്രീയുടെ ഉദരത്തിൽ നിക്ഷേപിക്കുന്നു. And she is suddenly pregnant. അവൾ പെട്ടെന്ന് ഗർഭവതിയായി മാറുന്നു. The egg is not her own. അണ്ടം അവളുടെ സ്വന്തമല്ല. The sperm is not of the husband. ബീജം അവളുടെ ഭർത്താവിന്റേതല്ല. But she is pregnant. എന്നാൽ അവൾ ഗർഭിണിയാണ്. She doesn't know who contributed. ആരാണ് സംഭാവന ചെയ്തതെന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ. But she is pregnant. ഒരു കാര്യം അവൾക്കറിയാം, it will take exactly 9 months. 9 മാസം കൃത്യം കഴിയുമ്പോൾ, after 9 months, 9 മാസം കഴിയുമ്പോൾ she will have labor pains. അവൾക്ക് പ്രസവ വേദന തുടങ്ങും. Just like any woman, she will give birth to a child. സാധാരണ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയെ പോലെ പ്രസവ വേദന തുടങ്ങി അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. After the child is born, ആ ശിശു ജനിച്ചതിന് ശേഷം test the DNA of the child. ആ കുഞ്ഞിന്റെ DNA ഒന്ന് പരിശോധിച്ച് നോക്കുക. Test the genetic DNA of the child. ആ കുഞ്ഞിന്റെ DNA ഒന്ന് പരിശോധിച്ച് നോക്കുക. This woman's DNA is missing in the child. ആ കുഞ്ഞിൽ ഈ സ്ത്രീയുടെ DNA ഉണ്ടായിരിക്കുകയില്ല. The baby doesn't carry the DNA of the mother. ആ DNA അമ്മയുടെ DNA ആ കുഞ്ഞിന്റെ അകത്തില്ലേ ഇല്ല. That is the technical answer to the birth of Jesus. എന്റെ യേശുവിന്റെ ജന്മത്തെ ചോദ്യം ചെയ്യുന്ന ബുദ്ധിരാക്ഷസന്മാരോടുള്ള എന്റെ സാങ്കേതികമായ മറുപടി അതാണ്. If the test tube baby doesn't have the DNA of the mother, ഈ ടെസ്റ്റ് ട്യൂബ് ശിശുവിന് അമ്മയുടെ DNA ഇല്ല എങ്കിൽ, how can Jesus have the DNA of Mary? അങ്ങനെയെങ്കിൽ എന്റെ യേശുവിന് എങ്ങനെ അമ്മ മറിയത്തിന്റെ DNA ഉണ്ടാകും? God is the first genetic engineer. ദൈവമത്രേ ആദ്യത്തെ ജനറ്റിക് എഞ്ചിനീയർ. ഹല്ലേലൂയ. Now the second question. രണ്ടാമത്തെ ചോദ്യം. He sucked the breast milk of Mary. ഈ മറിയത്തിന്റെ മുലപ്പാലല്ലയോ യേശു കുടിച്ചത്? Then Mary's blood has gone into Jesus. അങ്ങനെയെങ്കിൽ മറിയത്തിന്റെ രക്തത്തിന്റെ സ്വാധീനം ഉണ്ണിയേശുവിൽ ഉണ്ടാകുകയില്ലയോ? Even if Jesus had sucked the breast milk of Mary, ഈ ഉണ്ണിയേശു അമ്മയുടെ മറിയത്തിന്റെ മുലപ്പാൽ കുടിച്ചിരുന്നു എങ്കിൽ തന്നെയും Jesus still doesn't have the genes of Mary. മറിയത്തിന്റെ അണ്ഡം യേശുവിൽ ഇല്ല. Just because കാരണം we drink the cow milk, നമ്മൾ പശുപ്പാല് കുടിക്കുന്നു. പശുപ്പാല് we don't have the genes of cow. എന്നിട്ട് പശുവിന്റെ സ്വഭാവമുള്ള എത്ര പേരുണ്ട് ഇവിടെ? You can drink the donkey milk also. കഴുതപ്പാലം വേണേ കുടിക്കാം. So you don't get the donkey genes. അങ്ങനെയെങ്കിൽ നാളെ കഴുതകളായി പുറപ്പെടുമോ? Whatever goes from the mouth, വായിൽ നിന്ന് പുറപ്പെടുന്നതൊക്കെയും only enters into digestive system. അത് അകത്ത് പ്രവേശിച്ചിട്ട്, and you take the vitamins. അത് നിങ്ങൾ അതിന്റെ വിറ്റാമിനുകൾ വലിച്ചെടുത്തിട്ട്, the vitamins are absorbed by the body. ശരീരം വൈറ്റമിൻസ് സ്വീകരിക്കുന്നു. The wastage is gone in the stool, in the excretion. അവശിഷ്ടം പുറത്തു പോകുന്നു. But they don't enter into the genes. They don't enter into your genes. അതൊന്നും ജീൻസിന്റെ അകത്ത് കടന്നാരെങ്കിലും ഇരിക്കുന്നുണ്ടോ? If you want, you can drink donkey milk, horse milk, buffalo milk, cow milk, and even pig milk also. Pig milk, you want, you can. If you ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക, പാലക്കാട്ടുകാരെ, പശുപ്പാൽ കുടിക്കണം, കഴുതപ്പാൽ കുടിക്കണം, ആനപ്പാൽ കുടിക്കണം, പന്നിപ്പാൽ വേണേലും കുടിച്ചു. But none of these genes will come into you. എന്നാൽ നാളെ പന്നികളായിട്ട് ഇവിടെ വന്ന് ആരും കൈകൊട്ടുകയില്ല. Just like the cow's genes don't come into us, പശുവിന്റെ ജീൻ നമ്മുടെ അകത്ത് പ്രവേശിക്കാത്തതുപോലെ Mary's genes also did not go into Jesus. മറിയത്തിന്റെ അണ്ഡം യേശുവിന്റെ അകത്ത് കടന്നില്ല. That is the reason അതുകൊണ്ടത്രേ the blood that Jesus shed on the cross, യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, is God's own blood. ദൈവത്തിന്റെ സ്വന്തം രക്തമാണ്. That blood has the
the incorruptible life of God. അത് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് ആ കെടാത്ത ബീജത്താലാണ്. That is why Jesus' blood is sufficient for all our sins. അതുകൊണ്ടത്രേ യേശുവിന്റെ രക്തം സകല പാപവും പോക്കുവാൻ മതിയായ രക്തമായി. Let millions and billions and trillions of sinners be committing trillions of sins. One drop of blood of Jesus is sufficient for all that. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോടാനുകോടിക്കണക്കിന് പാപികളുടെ ഏത് പാപവും പരിഹരിക്കുവാൻ ഈ യേശുവിന്റെ രക്തത്തിന്റെ ഒരു തുള്ളി മതി. This is why Jesus is said to be standing apart from sinners. അതുകൊണ്ടാണ് യേശുവിനെ പാപികളിൽ നിന്നും വേർപെട്ടവൻ എന്ന വചനം പറയുന്നത്. Jesus is holy. യേശു പരിശുദ്ധനാണ്. He is unique. അവൻ യുണീക്കാണ്. അവൻ താങ്ക് യു. അവൻ അതുല്യനാണ്. താങ്ക് യു. No one else is equal to Jesus. അവനെ പോലെ വേറൊരുവനുമില്ല. His greatness cannot be imagined. അവന്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഭാവനകൾക്ക് അപ്പുറമാണ്. It's our luck, our good fortune that we have him as our shepherd. നമ്മുടെ ഇടയനായി അവനെ ലഭിച്ചത് എത്ര ഭാഗ്യകരമായ അവസ്ഥ. And he is going to be our husband for all eternity. Husband. നിത്യ മണവാളനായി നമുക്ക് വേണ്ടി അവനായിരിക്കുവാൻ പോകുന്നു. We are going to be his wife for all eternity. നിത്യത മുഴുവൻ അവന്റെ മണവാട്ടിയാകുവാനുള്ള വിളിയാണ് നമ്മുടെ മേലുള്ളത്. It's amazing. അത് വളരെ അത്ഭുതാവഹമായ സത്യം. It is too wonderful for me. ഇതെനിക്ക് അപാരം അത്ഭുതാവഹം. Isaiah 9:6 tells us. യെശയ്യാവ് 9:6 പറയുന്നു, His name is wonderful. അവന്റെ പേര് അത്ഭുതമന്ത്രി. His name is wonderful. അത്ഭുതമന്ത്രി. Because he did many miracles. അവൻ അത്ഭുതം അനേകം ചെയ്തു. For a child is born unto us, the son is given unto us, his name shall be wonderful. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം. Why is Jesus wonderful? എന്തുകൊണ്ടാണ് യേശു അത്ഭുതം? Not only wonderful because he walked on the waters. വെള്ളത്തിന്റെ മേൽ നടകൊണ്ടതും എന്നതുകൊണ്ട് മാത്രമല്ല അവനെ. Not just because he brought Lazarus back to life. ലാസറസിനെ ജീവനിലേക്ക് മറുപടിയും കൊണ്ടുവന്നതുകൊണ്ട് മാത്രമല്ല യേശുവിനെ അത്ഭുതമെന്ന് വിളിക്കുന്നത്. Not because he healed the lepers and other sick people. അവൻ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയതുകൊണ്ടും മറ്റുള്ളവരെ സൗഖ്യമാക്കിയതുകൊണ്ട് മാത്രമല്ല അവനെ അത്ഭുതമെന്ന് വിളിക്കുന്നത്. His birth is wonderful. അവന്റെ ജനനം തന്നെ അത്ഭുതമാണ്. His love for us is wonderful. നമുക്ക് വേണ്ടിയുള്ള അവന്റെ സ്നേഹം എത്രയോ അത്ഭുതം. And when he makes us his wife for all eternity, it's more wonderful. നിത്യത മുഴുവൻ നമ്മെ പിടിച്ചവന്റെ മണവാട്ടിയാക്കുമ്പോൾ അതെത്ര അത്ഭുതം. I always wonder, why should Jesus love us? ഞാൻ എപ്പോഴും അത്ഭുതപരതന്ത്രനാകാറുണ്ട്. എന്തുകൊണ്ടാണ് യേശു നമ്മെ സ്നേഹിച്ചത്? Even the most brilliant, intelligent brain in this world fails to understand the love of Christ. യേശുക്രിസ്തുവിന്റെ സ്നേഹം ഗ്രഹിക്കുവാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസന്മാർ പരാജയപ്പെടുമ്പോൾ. So that is what the truth of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സത്യം അതത്രേ. So he is a human being because God created a human embryo, human like test tube. God made it. That was necessary. Otherwise he will have Adam's blood. അതുകൊണ്ട് ഒരു ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ എന്നതുപോലെ ഒരു മനുഷ്യ ഭ്രൂണമായി മറിയത്തിന്റെ യാതൊരു വിധമായിരിക്കുന്ന ബന്ധവുമില്ലാതെ അത് ആവശ്യമായിരുന്നത് കൊണ്ടാണ് ദൈവം അങ്ങനെ സൃഷ്ടിച്ചത്. Tell me the answer to this question. ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാട്ടെ. Can we be cleansed by a blood in which Adam has a minimum contribution? ആദാമിന്റെ അല്പമെങ്കിലും സംഭാവനയുള്ള രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കുവാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ഉത്തരം പറയണം. Not possible. സാധ്യമല്ല. So that is essential for God to make a blood without the contribution of Adam and Eve. അതുകൊണ്ടാണ് അത്രേ ആദാമിന്റെയും ഹവ്വയുടെയും സംഭാവനയില്ലാത്ത, ദാനമില്ലാത്ത, യാതൊരു ഭാഗധേയത്വവും ഇല്ലാത്ത ഒരു രക്തം കൊണ്ട് യേശു ഉരുവാകേണ്ടി വന്നതിന്റെ നിർബന്ധമതാണ്. So this is how God achieved it. അത് ഇങ്ങനെയാണ് ദൈവം അതൊക്കെയും സാധ്യമാക്കി തീർത്തത്. He implemented the first test tube baby technology. ടെസ്റ്റ് ട്യൂബ് ബേബി എന്നുള്ള സാങ്കേതികത്വത്തിന്റെ ഉപജ്ഞാതാവും. He is the creator, you know. അവൻ സൃഷ്ടാവത്രേ. He can do anything. അവൻ എല്ലാം അറിയാം. അവൻ സകലവും സൃഷ്ടിക്കും. He created
a female egg ovum and male sperm. He joined together, made a fertilized ovum and planted in the womb of Mary. ഒരു സ്ത്രീയുടെ അണ്ടവും ഒരു പുരുഷന്റെ ബീജവും തമ്മിൽ സംയോജിപ്പിച്ച ഒരു ഭ്രൂണമുണ്ടാക്കി മറിയത്തിന്റെ ഉദരത്തിൽ നിക്ഷേപിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. Even today, surrogate, we call them surrogate mothers. We call the barren lady becoming pregnant. Yeah. And that lady is called surrogate mother. അതെ, മച്ചിയായ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ അങ്ങനെ ഉരുവാകുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളെ ഒരു പ്രത്യേക പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. So that surrogate mother, surrogate father, they don't have the continuation of genes. അവിടെ ആ അമ്മയിൽ നിന്നോ പിതാവിൽ നിന്നോ ഉള്ള ജീൻസിന്റെ അണ്ടത്തിന്റെയുമായ തുടർമാനമായിരിക്കുന്ന ഒരു ബന്ധം അവിടെ നമ്മൾ കാണുന്നില്ല. So that is how our Lord is the most special person in the whole universe. അതുകൊണ്ടാണ് നമ്മുടെ യേശു പ്രപഞ്ചത്തിൽ മുഴുവൻ ഇത്രത്തോളം വ്യത്യസ്തനും പ്രത്യേകതകളും അതുല്യനുമായിരിക്കുന്ന ദൈവമായിരിക്കുന്നത്. Now I think we are going to close this conference by 5 o'clock. 5 മണിക്കാണ് നമ്മൾ പര്യവസാനിപ്പിക്കേണ്ടത്. It's okay, 5 o'clock or 5 minutes that we are this way, should not matter. 5 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത് കൊണ്ട് വിഷമമില്ലല്ലോ. Because we have been in a different subject. നമ്മളിപ്പോൾ ചില വ്യത്യസ്ത സബ്ജക്റ്റുകളിലൂടെ കടന്നു. Like we did in the morning, one song of worship, then we go into the main subject. നമ്മൾ രാവിലെ ചെയ്തതുപോലെ ഒരു ആത്മീയ ഗീതം ആലപിച്ച് നമ്മുടെ ദൈവത്തെ. Anybody, please. മെസ്സേജിലേക്ക് Will you volunteer to lead the congregation? ആരാണ് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഇപ്പോൾ ആരാധന ലീഡ് ചെയ്യാൻ വേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് മുൻപോട്ട് വരാം. ആരെങ്കിലും വന്നാണ്. Anybody, please. ആരാധന ഗീതം പാടി ആലപിക്കുക. Yeah, brother, please come. Please come. നമുക്കൊരു പാട്ടിൻ്റെ ചില വരികൾ പാടി കർത്താവിനെ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനെ നമുക്ക് ചേർന്ന് കരങ്ങളടിച്ച് ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാപത്താൽ നിറയപ്പെട്ട അങ്ങേ നിന്നെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ അങ്ങേ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്തിൻ കാരാപോക്കി ചിന്നി, പാപത്തിൻ കാരാപോക്കി രക്ഷിച്ചതാലങ്ങേ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാലങ്ങേ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. Thank you, brother. Thank you for leading us in worship. Now, I'll be very short, very brief in this message. ഈ സന്ദേശത്തിൽ വളരെ ഹ്രസ്വമായിരിക്കും. I want to take the text of the message from the first verse of 8th chapter of Acts of Apostles.
അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലെ ഒരു വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമായിരിക്കും നമ്മുടെ ഇന്നത്തെ സന്ദേശത്തിനുള്ള ആധാരം. Acts 8:1. Yeah, please. 8:1. 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Almighty God, our most wonderful heavenly Father, സർവശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, please come down and touch both of your servants standing here. ഇവിടെ ഞങ്ങൾ ആയിരിക്കുന്നു, അങ്ങ് ഞങ്ങളെ സ്പർശിക്കുമാറാകണമേ. We feel so unworthy, Lord, when we touch your word. അങ്ങയുടെ വചനത്തെ തൊടുമ്പോൾ ഞങ്ങൾ ഒട്ടും യോഗ്യത ഉള്ളവരല്ല കർത്താവേ. We are not worthy to carry your holy book. അങ്ങയുടെ ഈ പരിശുദ്ധ സത്യവേദത്തെ വഹിക്കുവാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. With these eyes we are not worthy to read your word. അങ്ങയുടെ വചനം വായിക്കുവാനുള്ള യോഗ്യത ഈ കണ്ണുകൾക്കില്ലപ്പാ. With these lips and tongues we are unworthy to proclaim your truth. ഈ അധരങ്ങളും നാവും ഉപയോഗിച്ച് അങ്ങയുടെ സത്യങ്ങളെ പ്രസ്താവിക്കുവാനുള്ള യാതൊരു യോഗ്യതയും അടിയങ്ങൾക്കില്ല. But you are a God rich in mercy. എന്നാൽ അങ്ങ് കരുണാ സമ്പന്നനായ ദൈവമാണ്. It gives you utmost pleasure to have mercy on the unworthy people. യാതൊരു യോഗ്യതയുമില്ലാത്ത ഞങ്ങളുടെ മേൽ ഞങ്ങളെ കരുണാപാത്രങ്ങളായി തിരഞ്ഞെടുക്കുന്നത് അങ്ങേക്ക് ഏറ്റവും പ്രസാദമായി തോന്നിയല്ലോ. That is why we have now boldness to come to your presence. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനുള്ള ധൈര്യം ഞങ്ങൾക്കുള്ളത്. Please forgive us, O Lord. ഓ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ. Once again cleanse us from all iniquities. എല്ലാവിധമായ അകൃത്യങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. Cleanse us from all uncleanness in our body and in our soul and heart. ഞങ്ങളുടെ ദേഹിയിലും ദേഹത്തിലും ആത്മാവിലുമുള്ള സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. Wash both of us and all of us by the precious blood of Jesus. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ രണ്ടുപേരെയും കഴുകുമാറാകണമേ. Anoint both of us afresh by the Holy Spirit. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. Put your words into our mouths, O Lord. ഞങ്ങളുടെ അധരങ്ങളിലേക്ക് ഞങ്ങളുടെ വചസ്സുകളെ നിക്ഷിപ്തമാക്കണമേ. Open our spiritual eyes നിക്ഷേപിച്ച് ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ അങ്ങ് തുറക്കണമേ. so that we can see wonderful things in your scriptures. അങ്ങയുടെ വചനത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കണം. In the name of Jesus we ask. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. Amen and amen. ആമേൻ ആമേൻ. My dear brothers and sisters, എന്റെ സഹോദരി സഹോദരന്മാരെ, in the morning I concluded that it was the fulfillment of God's word that we have trouble with the world. ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തിയാണ് എന്ന് നമ്മൾ പ്രഭാതത്തിൽ കണ്ടു. Why do Christians have conflict with the world around them? നമുക്ക് ചുറ്റുമുള്ള ലോകവുമായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടാകുന്നത്? I tell you, there is no justifiable reason for their hatred. അവർക്ക് നമ്മോട് ഈ ശത്രുത ഉണ്ടാകുവാൻ തക്കവണ്ണമായിരിക്കുന്ന സാധൂകരിക്കുന്ന യാതൊരു കാരണവും ഞാൻ ചിന്തിച്ചിട്ട് കാണുന്നില്ല. We Christians, we serve the society. നമ്മൾ ക്രിസ്ത്യാനികൾ സമൂഹത്തെ സേവിക്കുന്നവരാണ്. Educational institutions വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ and through medical services മെഡിക്കൽ സർവീസുകൾ, മെഡിക്കൽ സഹായങ്ങൾ and in every other possible legal way. എല്ലാവിധമായിരിക്കുന്ന നിയമപരമായിരിക്കുന്ന സാധ്യതകളും ഉപയോഗിച്ച് സേവനം ചെയ്യുന്ന കൂട്ടമാണ് നമ്മൾ. We serve the society. സമൂഹത്തെ നമ്മൾ സേവിക്കുന്നവരാണ്. Many governors and chief ministers of Andhra Pradesh and now Telangana, I have met them personally. തെലങ്കാനയുടെയും ആന്ധ്രാപ്രദേശിന്റെയും അനേക ഗവർണർമാരെയും മുഖ്യമന്ത്രിമാരെയും ഞാൻ വ്യക്തിപരമായി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. Many cabinet ministers, I have met them personally. വ്യക്തിപരമായിട്ട് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടുള്ള ബന്ധം എനിക്ക് ഉണ്ട്. All of them have made the statement, അവരെല്ലാവരും നടത്തിയ പ്രസ്താവന, Christians are the only community with whom we do not have any problem. ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാത്ത ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനികളാണ്.
Christians alone never create a law and order problem. ഒരു ക്രമസമാധാന പ്രശ്നം ഒരിക്കലും ഉണ്ടാക്കാത്ത ഒരു കൂട്ടമാണ് യേശുവിന്റെ കൂട്ടം. They will never cause a law and order problem. അവർ ഒരിക്കലും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നില്ല. They are peace loving people. അവർ സമാധാന കാംക്ഷികളാണ്. They don't want to become terrorists or take a weapon or kill somebody. Never. അവർ ഭീകരവാദികളായി ആയുധമെടുത്ത് ആരെയെങ്കിലും കൊല്ലുന്ന ഒരു അവസ്ഥ ഒരിക്കലും അവർക്കില്ല. Then why are they hating Christians? പിന്നെ എന്തുകൊണ്ടാണ് അവർ ക്രിസ്ത്യാനികളെ വെറുക്കുന്നത്? Years ago, almost 30 years ago, a man of God, 13 വർഷങ്ങൾക്ക് a man of God in Orissa was burnt alive. His name is Graham Staines. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ആ കർത്തൃവേലക്കാരനെ ജീവനോടെ അവർ ചുട്ടുകൊന്നു. You know that incident? അത് നിങ്ങൾക്കറിയാമല്ലോ. That sent tremors and shock waves throughout the world. ലോകം ആസകലം അത് ഭൂകമ്പം പോലെ ആ വാർത്ത വളരെ ഭയാനകമായിരുന്നു. He was an Australian missionary. ഓസ്ട്രേലിയക്കാരനായിരിക്കുന്ന ഒരു മിഷണറി ആയിരുന്നു അദ്ദേഹം. He was not a preacher nor a pastor. അദ്ദേഹം ഒരു പാസ്റ്ററുമായിരുന്നില്ല, ഒരു സുവിശേഷകനുമായിരുന്നില്ല. He was maintaining an orphanage and a leprosy home. ഒരു കുഷ്ഠരോഗ സദനം മാത്രമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. For 30 years he silently served the lepers. 30 ദീർഘവർഷക്കാലം വളരെ ശാന്തമായി ആരും അറിയാതെ കുഷ്ഠരോഗികളെ താൻ പരിപാലിച്ചു കൊണ്ടിരുന്നു. One night he was coming back from somewhere to his home. ഒരിക്കൽ തന്റെ ഭവനത്തിലേക്ക് രാത്രിയിൽ മടങ്ങി വരുമ്പോൾ 2 sons around the age of 10 years, like that he had 2 sons. 10 വയസ്സിന് സമീപമുള്ള 2 കുഞ്ഞുങ്ങൾ തനിക്കുണ്ടായിരുന്നു. He is coming back. അവർ മടങ്ങി വരുമ്പോൾ and he was sleepy, താൻ ഉറക്കച്ചടയുള്ളവനായിരിക്കുന്നു, drowsy. അവൻ ഉറക്കം തൂങ്ങുന്ന ഒരു അനുഭവം. He parked the van on the roadside and was just taking a nap. ആ വാന് വഴിയോരത്ത് പാർക്ക് ചെയ്ത് ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നു. Suddenly there is fire. പെട്ടെന്ന് തീ ആളിക്കത്തുന്നു. He thought that is by accident. അതൊരു അപകടം നടന്നതാണെന്ന് താൻ ചിന്തിച്ചു പോയി. And he broke the glasses of the car. ആ കാറിന്റെ വാനിന്റെ ഗ്ലാസുകൾ താൻ പൊട്ടിച്ചു. He wanted to first save his children, 2 sons. തന്റെ ആ കുഞ്ഞു മക്കളെ, ആൺമക്കളെ രക്ഷിക്കുവാൻ താൻ ആഗ്രഹിച്ചു. Broke the glasses and threw the children out of the car. ഗ്ലാസുകളെ പൊട്ടിച്ച വാന്റെ അകത്തു നിന്നും ആ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു. Only then he observed around 50 people or more than 50 were standing as a circle around the car. അപ്പോൾ മാത്രമാണ് താൻ കണ്ടത് 50-ൽ പരം പേർ തന്റെ വാഹനത്തിന് ചുറ്റും നിൽക്കുന്നു. When the father threw his sons out of the car, ആ കാറിൽ നിന്നും 2 പുത്രന്മാരെ അദ്ദേഹം വലിച്ചെറിഞ്ഞപ്പോൾ those miscreants they caught hold of the children and threw them back into the fire. ആ കാബാലികന്മാർ ആ കുഞ്ഞുങ്ങളെ പിടിച്ചെടുത്ത് തിരിച്ച കാറിന്റെ അകത്തേക്ക് വലിച്ചെറിഞ്ഞു. By the time it was too late, അപ്പോഴേക്കും സമയം ഒത്തിരി കടന്നുപോയി. Graham Staines and his 2 sons were scorched to death. They were burnt to death. ഗ്രഹാം സ്റ്റെയിൻസിനെയും തന്റെ 2 കുഞ്ഞു പുത്രന്മാരെയും തീനാളങ്ങൾ. What a ghastly incident. എത്ര ഭീകരമായ Unbelievable. ചിന്തിക്കുവാൻ. How can somebody hate somebody so much that they want to burn them alive? ഇങ്ങനെ മനുഷ്യരെ കത്തിച്ച് ചാമ്പലാക്കുവാൻ തക്കവണ്ണം മനുഷ്യരെ വെറുക്കുവാൻ കഴിയും? More horrifying fact is, കൂടുതൽ ബീഭത്സമായിരിക്കുന്ന സത്യം എന്നുള്ളത്, the leader of the team of that extremist, ആ ഭീകരവാദികളുടെ നേതാവായിരിക്കുന്ന വ്യക്തി was Dara Singh. അദ്ദേഹത്തിന്റെ പേര് ധാരാ സിംഗ് എന്നായിരുന്നു. And after they killed this man of God, ഈ ദൈവപുരുഷനെ കൊന്നതിന് ശേഷം they made Dara Singh a god. ധാരാ സിംഗിനെ അവർ ഒരു ദൈവമാക്കി. They worshipped the image of Dara Singh, the photograph of Dara Singh. ധാരാ സിംഗിന്റെ ഫോട്ടോയുടെ മുൻപിൽ അവർ പൂജ നടത്തി. In many temples they put the photograph of Dara Singh, the murderer of Graham Staines, and with the incense they were worshipping him. ധാരാ സിംഗ് കൊലപാതകയായിരിക്കുന്ന ഈ ഭീകര മനുഷ്യന്റെ ഫോട്ടോ വെച്ചിട്ട് ക്ഷേത്രങ്ങളിൽ അനേകയിടങ്ങളിൽ അവർ ധൂപം കാട്ടി പൂജ ചെയ്തു. Why is Dara Singh a god? എന്തുകൊണ്ടാണ് ധാരാ സിംഗ് ഒരു ദൈവമായത്? Why is he being worshipped? എന്തുകൊണ്ടാണ് അവൻ ഒരു ആരാധ്യ പുരുഷനായി തീർന്നത് അവർക്ക്? Because he killed a Christian. കാരണം ക്രിസ്ത്യാനികളെ കൊന്നതുകൊണ്ട്. So much they hate Christians. അത്രത്തോളം വൈരം, എതിർപ്പ് ക്രിസ്ത്യാനികളോടുണ്ട്. This is
continuing from the first century. ശ്രദ്ധിക്കുക, 1-ാം നൂറ്റാണ്ട് മുതൽ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. Paul was hated. പൗലോസിനെ അവർ വെറുത്തു. Stephen, the first martyr in the church history, സഭാ ചരിത്രത്തിലെ ഒന്നാമത്തെ രക്തസാക്ഷിയായിരിക്കുന്ന സ്റ്റെഫാനോസ്, he was stoned unto death. അവനെ കല്ലെറിഞ്ഞു കൊന്നു. For what crime? എന്ത് ഭീകരത നിമിത്തം, എന്ത് ക്രൂരതയാണ് ഇവർ കാണിച്ചത്? What is the wrong thing they have done? അവർ ചെയ്ത തെറ്റെന്താണ്? What laws have they caused to the society? സമൂഹത്തിന് എന്ത് നഷ്ടമാണ് അവർ വരുത്തി വെച്ചത്? Because they were proclaiming the name of Jesus, the world hates them. യേശുവിന്റെ നാമത്തെ പ്രഘോഷിച്ചതുകൊണ്ട് ലോകം അവരെ വെറുത്തു. This is the course of experience and life of every saint in God in Christ. ക്രിസ്തുവിലുള്ള സകല വിശുദ്ധന്മാരുടെയും അനുഭവവും ചരിത്രവും ഇത് തന്നെയാണ്. Will you come along with me to 59th Psalm? 59-ാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങൾ എന്നോട് കൂടെ വരൂ. 3rd verse. 3-ാമത്തെ വാക്യം. Not because of my iniquity, O Lord, just for nothing they are hating me and they want to kill me. 59-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുന്നു. ഇതാ അവർ എന്റെ പ്രാണനായി പതിയിരിക്കുന്നു. യഹോവേ, ബലവാന്മാർ എന്റെ നേരെ കൂട്ടം കൂടുന്നത് എന്റെ അതിക്രമം ഹേതുവായിട്ടല്ല, എന്റെ പാപം ഹേതുവായിട്ടുമല്ല. Can someone read out in English if you have an English Bible? Oh Lord, they lie in wait for my soul. Yeah. The mighty are gathered against me. Yeah. Not for my transgression, not for my sin, O Lord. Not for my transgression, not for my sin. Then what for are they hating David? എന്റെ അതിക്രമം ഹേതുവായിട്ടല്ല, എന്റെ പാപം ഹേതുവായിട്ടുമല്ല, എങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ദാവീദിനെ വെറുക്കുന്നത്? And 38th Psalm, 38-ാമത്തെ സങ്കീർത്തനം 19th and 20th verses. 19-ഉം 20-ഉം വാക്യങ്ങൾ. Again read out, sister, in English. ദയവായിട്ട് സിസ്റ്റർ ഇംഗ്ലീഷിൽ വായിച്ചു. 38, 19. 19-ഉം 20-ഉം 38-ാം സങ്കീർത്തനം. But mine enemies are lively, and they are strong. They're strong. Yeah. They that hate me wrongfully are multiplied. They hate me wrongfully. എന്റെ ശത്രുക്കളോ ജീവനും ബലവുമുള്ളവർ, എന്നെ വെറുതെ പകയ്ക്കുന്നവർ പെരുകിയിരിക്കുന്നു. Hating wrongfully means hating without a proper reason. യഥാർത്ഥമായിരിക്കുന്ന കാരണമില്ലാതെ വെറുതെ പകയ്ക്കുന്നു. Why are they hating the men of God? ദൈവപുരുഷന്മാരെ എന്തുകൊണ്ട് അവർ വെറുക്കുന്നു? 69th Psalm, 69-ാമത്തെ സങ്കീർത്തനം 4th verse. 4-ാമത്തെ വാക്യം പറയുന്നു. Once again in English, sister. ഇംഗ്ലീഷിൽ ദയവായി സിസ്റ്റർ വായിച്ചാട്ടെ. 69-ന്റെ 4. They that hate me without a cause are more than the hairs of my head. They that hate me without a cause, without a reason. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എന്റെ തലയിലെ രോമത്തിലും അധികമാകുന്നു. The world will anyway hate you, my dear fellow Christians, I tell you. Jesus from the Virgin Mary, യേശു ആ മറിയത്തിൽ നിന്നും യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുൻപ് 2000 years back, 2000 വർഷങ്ങൾക്ക് മുൻപ്, from today 4000 years back, ഇന്ന് നിന്നും ഒരു 4000 വർഷങ്ങൾക്ക് മുൻപ്, when God was calling Abraham, അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന സമയത്ത് 2000 years BC, 2000 BC-യിൽ Rigveda was written in India. ഭാരതത്തിൽ ഋഗ്വേദം രചിക്കപ്പെട്ടു. And in Rigveda it is written, ഋഗ്വേദത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, God will take an incarnation in the center of the world, ഭൂമിയുടെ മധ്യഭാഗത്ത് ദൈവം മനുഷ്യാവതാരം എടുക്കുമെന്ന്, and he will die and come back to life. അവൻ മരിച്ച് വീണ്ടും ജീവനിലേക്ക് വരുമെന്ന്. Even Genesis was not written. Genesis was not written. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം പോലും എഴുതപ്പെട്ടിട്ടില്ല. Moses was not born. മോശെ ജനിച്ചിട്ടില്ല. 2000 years before Christ. ക്രിസ്തുവിന് മുൻപ് 2000 വർഷങ്ങൾക്ക് മുൻപത്തെ കാര്യമാണ് ഈ പറയുന്നത്. Rigveda says, ഋഗ്വേദം പറയുന്നു, God will be incarnated in the center of the world. ഭൂമിയുടെ മധ്യഭാഗത്ത് ദൈവം ഒരു മനുഷ്യാവതാരം എടുക്കും. You know the center of the world is Israel. ഇസ്രായേലാണ് ലോകത്തിന്റെ ഭൂമധ്യഭാഗം. And he will die and come back to life. അവൻ മരിക്കും, ജീവനിലേക്ക് തിരികെ പ്രവേശിക്കും. You can have 330 million gods.
33 കോടി ദൈവങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. None of them is born in the center of the world. എന്നാൽ ലോകത്തിന്റെ അഥവാ ഭൂമധ്യഭാഗത്ത് ജനിച്ചവരായിട്ട് അവരിൽ ആരും പോലുമില്ല. Only one God is born in the center of the world. He is Jesus. ഭൂമധ്യഭാഗത്ത് ജനിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ അവൻ യേശുവത്രേ. And he died and rose up again. അവൻ മരിച്ചു, അവൻ വീണ്ടും ജീവിച്ചു. The whole India respects Rigveda. ഋഗ്വേദത്തെ മുഴുവൻ ഭാരതവും ബഹുമാനിക്കുന്നു, അഭിവന്ദിക്കുന്നു. Rigveda testifies about Jesus. ഋഗ്വേദം യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു. I want to tell my Hindu brothers and sisters about what Rigveda is telling. ഋഗ്വേദം പറയുന്നത് എന്താണെന്ന് എൻ്റെ ഹൈന്ദവ സഹോദരി സഹോദരന്മാരോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to convince them. അവരെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Like Paul. പൗലോസിനെ പോലെ. What is wrong if I convince them? അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ എന്താണ് തെറ്റ്? Finally, അവസാനമായി, in spite of being so soft and logical, എത്ര വളരെ ശാന്തമായും ലോജിക്കലായിട്ടും they will still beat you. അപ്പോഴും അവർ നിങ്ങളെ, They will still attack you. അപ്പോഴും അവർ ആക്രമിക്കും. Then what you do? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? Do what Paul says. പൗലോസ് പറയുന്നത് ചെയ്യുക. He took shelter under the law of the land. ആ ദേശത്തിലുള്ള നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണത്തിലേക്ക് പൗലോസ് വന്നു. They bound Paul to a pole. They bound him. പൗലോസിനെ അവർ ബന്ധിച്ചു. They wanted to whip him. തന്നെ അടിക്കുവാൻ അവർ ആഗ്രഹിച്ചു. Paul said, "Are you allowed according to our law? I am a citizen of Rome. Can you beat me like this?" റോമ പൗരനായ എന്നെ വിചാരണ കൂടാതെ നിങ്ങൾക്ക് അടിക്കുവാൻ സാധിക്കുമോ എന്ന് പൗലോസ് ചോദിക്കുന്നു. When the centurion heard he is a Roman citizen, ശതാധിപൻ ഇവൻ റോമാക്കാരനാണ്, റോമ പൗരനാണെന്ന് കേട്ട മാത്രയിൽ that man shivered with അവൻ fear. വിറയ്ക്കുവാൻ തുടങ്ങി, ഭയപ്പെട്ട് വിറയ്ക്കുവാൻ തുടങ്ങി. Suddenly he is freed. പെട്ടെന്ന് അവനെ സ്വതന്ത്രനാക്കി. The law doesn't allow you to beat me. ആ നിയമം എന്നെ അടിക്കുവാൻ അനുവദിക്കുന്നില്ല. They let me go. അവർ എന്നെ വിട്ടയച്ചു. And Paul got busy preaching the gospel. അങ്ങനെ പൗലോസ് വീണ്ടും സുവിശേഷം പ്രസംഗിക്കുന്നതിൽ, I'll preach the gospel with love. ഞാൻ സ്നേഹത്തോടെ സുവിശേഷം പ്രസംഗിക്കുന്നു. If they are still hating me and beating me, അപ്പോഴും അവരെന്നെ എതിർത്തവനെ അവരെന്നെ അടിക്കുകയാണെങ്കിൽ, the Indian constitution has given us fundamental rights. ഇന്ത്യൻ ഭരണഘടന നമുക്ക് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ മൗലിക അവകാശങ്ങൾ തന്നിട്ടുണ്ട്. Propagating our faith is our fundamental right. നമ്മുടെ വിശ്വാസത്തെ പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ അടിസ്ഥാന സ്വാതന്ത്ര്യത്തിൽപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. Let them also propagate their religion. അവരുടെ മതങ്ങളെ അവരും പ്രസ്താവിക്കട്ടെ. You cannot beat me if I preach my religion. എന്നാൽ എന്റെ മതത്തെ, സുവിശേഷത്തെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ അടിക്കുവാൻ പറ്റില്ല. I am not insulting anybody. ഞാൻ ആരെയും അവഹേളിക്കുന്നില്ല. With a loving tone I am telling about my God. എന്റെ ദൈവത്തെക്കുറിച്ച് സ്നേഹമസൃണമായ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. If they attack us, ഞങ്ങളെ അവർ ആക്രമിക്കുന്നു എങ്കിൽ they are violating the constitutional rights. നമ്മുടെ ഭരണഘടനയുടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഭരണഘടനാ അവകാശങ്ങളെ അവർ ലംഘിക്കുകയാണ്. If you take this position, ഇങ്ങനെ ഒരു മാർഗം നമ്മൾ സ്വീകരിച്ചു, you can have greater time to fill the world with the gospel. നിങ്ങൾ സുവിശേഷം കൊണ്ട് ലോകത്തെ നിറയ്ക്കുവാൻ കൂടുതൽ സമയം നിങ്ങൾക്ക് ലഭ്യമാകും. That is why I founded the organization called Rashtriya Kraistava Parishad. അതുകൊണ്ടാണ് രാഷ്ട്രീയ ക്രൈസ്തവ പരിഷത്ത് എന്ന് പറയുന്ന സംഘടന. We call it RKP. അതിന് RKP എന്ന് ചുരുക്കം. Rashtriya means national. രാഷ്ട്രീയം എന്നുള്ളതിന്റെ അർത്ഥം ദേശീയം. Kraistava is Christian. ക്രൈസ്തവം ക്രിസ്ത്യൻ. Parishad is confederation. പരിഷത്ത് എന്ന് പറഞ്ഞാൽ കോൺഫെഡറേഷൻ, സംഗമം, സംഘടന. So we want to operate throughout the nation of India, 29 states. 29 സംസ്ഥാനങ്ങളിൽ ഉടനീളം ഇത് പ്രവർത്തനക്ഷേമം ആകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We want to encourage Christians to unite. ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ ഞങ്ങളായിരിക്കുന്നു. Unitedly we preach the gospel that Paul has preached. അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തെ നമ്മൾ ഒരുമനപ്പെട്ട് പ്രസംഗിക്കും. If anyone attacks any gospel meeting, we will take legal action against them. നമുക്കെതിരായിട്ട് ആരെങ്കിലും ആക്രമണം അയച്ചുവിടുന്നുവെങ്കിൽ നിയമപരമായിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടിയും നമ്മൾ പോകും. I don't beat them. നമ്മൾ അവരെ തിരിച്ചടിക്കുന്നില്ല. But the law will take its action. എന്നാൽ നിയമം അതിന്റെ നീണ്ട ഹസ്തം നീട്ടും. So use every opportunity to fill the world with the gospel. ലോകത്തെ സുവിശേഷം കൊണ്ട് നിറയ്ക്കുവാൻ സാധ്യമായിരിക്കുന്ന എല്ലാ വഴികളും നമ്മൾ ഉപയോഗിച്ചേ പറ്റൂ. I encourage you to become a members of Rashtriya Kraistava Parishad. രാഷ്ട്രീയ ക്രൈസ്തവ പരിഷത്തിന്റെ അംഗങ്ങളായി മാറുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. This is not a denomination.
ഇത് ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു You are not losing your church membership. നിങ്ങളുടെ സഭാ സംഘടനയിലുള്ള നിങ്ങളുടെ മെമ്പർഷിപ്പ് അംഗത്വം നിങ്ങൾക്ക് ഇതുമൂലം നഷ്ടമാകുകയില്ല. You have your own church, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഗ്രൂപ്പുകൾ, your own doctrine. നിങ്ങളുടേതായ ഉപദേശങ്ങൾ ഉണ്ടാകട്ടെ. You continue as you are continuing. നിങ്ങൾ എങ്ങനെ ഇപ്പോൾ തുടരുന്നു അങ്ങനെ തന്നെ നിങ്ങൾക്ക് തുടരാം. But if fanatics are attacking you, then we are there with you. എന്നാൽ സുവിശേഷ വിരോധികൾ നിങ്ങളെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് കൂടെ. Let them not attack you. അവർ Let them not attack you. ഒരിക്കലും നിങ്ങളെ ആക്രമിക്കാതിരിക്കട്ടെ. You take the shelter of law. നിയമത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയും നമ്മൾ പോകും. We need time to fill India with the gospel. ഭാരതത്തെ സുവിശേഷം കൊണ്ട് നിറയ്ക്കുവാൻ നമുക്ക് സമയം ആവശ്യമാണ്. Let us unitedly protect our fundamental rights. നമ്മുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകരായി തീരുവാൻ നമുക്ക് ഒത്തൊരുമിച്ച് ചേരാം. In spite of this, ഇതെല്ലാം ഉണ്ടായിട്ടും they may kill you. നിങ്ങളെ അവർ കൊന്നേക്കാം. They killed Paul also. അപ്പോസ്തലനായ പൗലോസിനെ അവർ കൊന്നുകളഞ്ഞു. No problem. പ്രശ്നമല്ല. But until you die, മരിക്കുന്നതുവരേക്കും be busy preaching the gospel. സുവിശേഷ പ്രസംഗത്തിൽ വ്യാപൃതരായിരിക്കുക. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. We close with that. അതോടെ നമ്മൾ അവസാനിപ്പിക്കുക. Let us close our eyes and lift up our hands and praise God. നമ്മുടെ കണ്ണുകളെ അടച്ച് സ്വർഗ്ഗത്തിലേക്ക് കരങ്ങളെ ഉയർത്തി നമ്മുടെ Hallelujah, hallelujah, hallelujah. Thank you Jesus, thank you Jesus, thank you Jesus. നന്ദി യേശുവേ. Almighty God, our most wonderful heavenly Father, സ്വർഗീയനായിരിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, thank you Lord for the vision you have given us this evening. ഇന്ന് സന്ധ്യയിൽ ഞങ്ങൾക്ക് തന്ന ദർശനത്തിനായി സ്തോത്രം. Help us to follow the example of Paul. അപ്പോസ്തലനായ പൗലോസ് കാണിച്ച മാതൃകയെ പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. As Paul has done, help us to be apologetic in our preaching the gospel. അപ്പോസ്തലനായ പൗലോസ് ചെയ്തതുപോലെ അപ്പോളജറ്റിക് മാർഗം ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷ പ്രസംഗകരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. In all our evangelistic endeavors, help us to be soft like Paul. അപ്പോസ്തലനായ പൗലോസിനെ പോലെ സുവിശേഷത്തിന്റെ പ്രക്രിയയിൽ, പ്രതിരോധത്തിൽ, സുവിശേഷത്തിന്റെ പ്രതിവാദത്തിൽ ഞങ്ങൾ സംയമനം പാലിച്ച് വളരെ ശാന്ത സ്വഭാവമുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. Help us to convince others of the gospel. സുവിശേഷത്തിന്റെ ബോധ്യം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. In spite of our convincing attitude, ഞങ്ങളുടെ ബോധ്യമാക്കുന്ന ആ സംയമന സ്വഭാവം ഉണ്ടായിട്ട് പോലും if they still attack us, ഞങ്ങളെ വീണ്ടും ആക്രമിക്കുന്നു എങ്കിൽ give us wisdom like Paul had to take shelter under the law. ആ നിയമത്തിന്റെ സംരക്ഷണം തേടുവാൻ അപ്പോസ്തലനായ പൗലോസ് കാണിച്ച മാതൃക പിൻപറ്റുവാൻ ഞങ്ങളെയും സഹായിക്കണം. Some way or the other, എങ്ങനെയെങ്കിലും ഏതു വിധത്തിലെങ്കിലും help us to reach every nook and corner of India and the world with the gospel. ഭാരതത്തിന്റെയും ലോകത്തിന്റെയും ഓരോ മുക്കും മൂലയും സുവിശേഷവുമായി എത്തിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Because before your second coming, അങ്ങയുടെ രണ്ടാമത്തെ വരവിന് മുൻപ് you have commissioned us to fill the world with the gospel. സുവിശേഷം കൊണ്ട് ലോകത്തെ നിറയ്ക്കുവാൻ അങ്ങ് ഞങ്ങളോട് ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. Help us to do that, O Lord. ഓ കർത്താവേ, അത് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. In the name of Jesus we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen and amen. ആമേൻ, ആമേൻ, ആമേൻ. Thank you very much. വളരെ നന്ദി എല്ലാവർക്കും. Now for the closing prayer or something, announcements, എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടെങ്കിൽ the local leaders and pastors. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണമെങ്കിൽ അതാണ്. ദയവായിട്ട് 2 മിനിറ്റ് കൂടെ പോകരുത്. ദയവായിട്ട് നിങ്ങൾ ഇത്രയും ക്ഷമയുണ്ടെങ്കിൽ ദയവായിട്ട് പ്ലീസ്. ഈ സത്യവേദ സന്ദേശം ഈ സെമിനാറിലൂടെ ക്രമീകരിക്കുവാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും